Customer supplier relationship. Customer supplier relationship is the business relation between the customers and the suppliers in terms of product quality, service, complaint handling, deliveries, etc. അതായത് കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അടങ്ങിയിരിക്കുന്നത്? പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, സർവീസ്, കംപ്ലയിൻറ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, ഡെലിവറീസ്, അങ്ങനെയുള്ള കാര്യത്തിലാണ് മെയിനായിട്ട് കസ്റ്റമറും സപ്ലയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അടങ്ങിയിരിക്കുന്നത്. അതായത് ഓർഗനൈസേഷനും കസ്റ്റമറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അടങ്ങിയിരിക്കുന്നത്. ഇനി ഇതിൽ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ടു സാറ്റിസ്ഫൈ എൻഡ് കസ്റ്റമേഴ്സ്, എൻഡ് കൺസ്യൂമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് കസ്റ്റമർ സപ്ലയർ റിലേഷൻഷിപ്പിൻ്റെ ഉദ്ദേശം. ദ റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ഫോളോയിങ് ഫാക്ടേഴ്സ്. മെയിനായിട്ട് ഈ റിലേഷൻഷിപ്പ് വരുന്നത് സെൻസിറ്റിവിറ്റി ടു കസ്റ്റമർ നീഡ്സ്. എത്രമാത്രം സെൻസിറ്റീവായിട്ട് കസ്റ്റമർ നീഡ്സ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടോ, പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ, ഫിനാൻസിൽ ഡിസ്കൗണ്ടുകൾ, ഓഫറുകൾ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഈ കസ്റ്റമർ സപ്ലയർ റിലേഷൻഷിപ്പിൽ വരുന്ന മെയിനായിട്ടുള്ള ടേംസ്. ദ കസ്റ്റമർ എൻഡ് റിലേഷൻഷിപ്പ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ബാക്ക്. ടൈമലി പേയ്മെൻറ്റ്, എന്തെങ്കിലും പേയ്മെൻറ്റ് ഡിലേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുക. പേഴ്സണലൈസേഷൻ ഓഫ് റിലേഷൻഷിപ്പ്, തമ്മിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്ലെക്സിബിൾ ആയിരിക്കുക, ഷെയർ ഇൻഫോർമേഷൻ ചെയ്യുക. കസ്റ്റമർ സപ്ലയർ റിലേഷൻഷിപ്പ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ക്വാളിറ്റി മാനേജ്മെൻറ്റ് അക്രോസ് ഓർഗനൈസേഷൻ. ഓൾ ലെവൽസിലും അതിൻ്റെ സപ്ലൈ ചെയിൻ്റെ ഓൾ ലെവൽസിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ഇറ്റ് ഷുഡ് ബി ഐഡിയലി വിൻ സിറ്റുവേഷൻ ബോത്ത് പാർട്ടീസ്, ദെൻ ടു ലോങ് ടേം ട്രസ്റ്റ് വർത്തി അലയൻസ്. അത് രണ്ടു പേർക്കും ഒരുപോലെ ബെനിഫിഷ്യൽ ആവുന്ന കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടത്. അപ്പം അത് ഒരു ട്രസ്റ്റ് വർത്തി, വിശ്വാസപൂർവ്വം. അതിപ്പോൾ ഓൺലൈൻ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ അതിൽ റിട്ടേൺ ചെയ്യണു, പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കണു, അവരായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണു, ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യണു, അതൊക്കെയാണ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി ഡോക്ടർ ഇഷിക്കാവ എന്ന് പറയുന്നത് 10 പ്രിൻസിപ്പിൾസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റണം, ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യണം, മെയിൻ്റെനൻസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലയേഴ്സ്. ദർ ഇസ് എക്സിസ്റ്റ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്, ഈച്ച് ഓഫീസ്, ഈച്ച് ഹോം സീരീസ് ഓഫ് കസ്റ്റമേഴ്സ്, സപ്ലയേഴ്സ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇൻ്റർഫേസ്. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഒരു ഓഫീസിൻ്റെ ഉള്ളിലാണെങ്കിലും ഹോം വീട്ടിലാണെങ്കിലും കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഒരൊറ്റ കസ്റ്റമർ അല്ല ഉണ്ടാവും, അവരെ ചുറ്റിപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. ദീസ് ആർ ദ ക്വാളിറ്റി ചെയിൻസ് ദേ ഹാവ് ബ്രോക്കൺ അറ്റ് പോയിൻറ്റ് 1 person to piece of equipment മീറ്റിംഗ് ദ ഓൾ റിക്വയർമെൻറ്റ്സ് ഓഫ് ദ കമ്പനി. ഇതിൽ ഒരാൾക്ക് എന്ത് ചെയ്താൽ മതി, അത് ഇൻറ്റേർണലായിട്ടോ എക്സ്റ്റേണലായിട്ടോ ഏതെങ്കിലും ഒരാൾക്ക് അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ, അതായത് നമ്മൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത നോൺ കൺഫോമൻസ് ആയിട്ടുള്ള പുവർ ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കണം. അത് ഇതിൻ്റെ ഉള്ളിൽ വീട്ടിലെ ഒരാളാണ് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതെങ്കിലും ആ വീട്ടിലുള്ളവരൊക്കെ ആ കമ്പനിയെ പറ്റിയിട്ട് മോശമായിട്ടുള്ള അഭിപ്രായം, അതായത് അവർ തമ്മിലുള്ള ഒരു ക്വാളിറ്റി ചെയിൻ ഉണ്ട്, ആ ചെയിനിന് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് റിക്കവർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ദ ഫെയിലിയർ യൂഷ്വലി ഫൈൻഡ്സ് ഇറ്റ് ഇൻ്റർഫേസ് ബിറ്റ്വീൻ ദ ഓർഗനൈസേഷൻ ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ. അതായത് ഇവർ തമ്മിലൊരു ഇൻ്റർഫേസ് ഉണ്ട്. അവർ നേരിട്ട് വാങ്ങുന്ന ആളെ മാത്രമല്ല, അവരെ ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു ക്വാളിറ്റി ചെയിൻ ഉണ്ട്. ആ ക്വാളിറ്റി ചെയിനിൽ ഏതെങ്കിലും ഒരു ഇൻ്റർഫേസ് ഡിസ്കണക്റ്റ് ആയി കഴിഞ്ഞാൽ, അതായത് മോശമായിട്ടുള്ള അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അത് എല്ലാറ്റിനും ബാധിക്കും. ഫെയിലിയർ ടു മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് എനി പാർട്ട് ഓഫ് ദ ക്വാളിറ്റി ചെയിൻ ഹാസ് വേ മൾട്ടിപ്ലൈയിങ് ആൻഡ് ഫെയിലിയർ വൺ പാർട്ട് ഓഫ് ദ സിസ്റ്റം ക്രിയേറ്റ് എ പ്രോബ്ലം എൽസ്വെയർ. അതായത് ഒരാൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാവരും ബാധിക്കും. അത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് അതിൽ ഒരാൾക്കായിരിക്കും ഉണ്ടായിരിക്കും, ആ വീട്ടിലുള്ളവരും പിന്നെ അവർ തുടർന്ന് വരുന്ന എല്ലാവരും, അങ്ങനെ എല്ലാവർക്കും അത് ബാധിക്കും. ലീഡിങ് ടു യെറ്റ് മോർ ഫെയിലിയർ ആൻഡ് പ്രോബ്ലംസ് ആൻഡ് സിറ്റുവേഷൻ എക്സർബേറ്റഡ്. അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ എബിലിറ്റി ടു മീറ്റ് കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് ഈസ് വൈറ്റൽ. കസ്റ്റമേഴ്സ് റിക്വയർമെൻറ്റ്സ് കൃത്യമായിട്ടും റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ടു അച്ചീവ് ക്വാളിറ്റി ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ എവരി പേഴ്സൺ ടു ക്വാളിറ്റി ചെയിൻ മസ്റ്റ് ബി ട്രെയിൻ ആസ്ക് ഫോർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എവരി അബൌട്ട് കസ്റ്റമർ സപ്ലയർ ഇൻ്റർഫേസ്. ആ ഇൻ്റർഫേസ് എപ്പോഴും അവർ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. ഈ കസ്റ്റമേഴ്സിനെ വെച്ചിട്ടാണെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് കസ്റ്റമേഴ്സ്, നമ്മുടെ കസ്റ്റമേഴ്സ് ഏതൊക്കെയാണ് കൃത്യമായിട്ട് കണ്ടെത്തുക, അവരുടെ ട്രൂ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ആ എബിലിറ്റി ടു മീറ്റ് ദ നീഡ്സ്, അതിൽ എത്രമാത്രം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. കേപ്പബിലിറ്റി നമുക്ക് എത്രമാത്രം ഉണ്ടെന്ന് നോക്കാം. കണ്ടിന്യൂലി മീറ്റ് ദയർ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ, തുടർച്ചയായിട്ട് അത് മീറ്റ് ചെയ്യണം. ഇറ്റ് പ്രിവെൻറ്റ്സ് ഫ്രം ഹാപ്പനിങ് വെൻ ദ കേപ്പബിലിറ്റി എക്സിസ്റ്റ്. നമുക്ക് കേപ്പബിലിറ്റി ഉണ്ടായിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വരാനായിട്ട് പാടില്ല. ഓർഗനൈസേഷൻ ഷുഡ് മോണിറ്റർ ചേഞ്ചസ് നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. ഇതിൽ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ച് വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുകയും വേണം. ഇനി സപ്ലയേഴ്സിൻ്റെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫൈൻഡ് ഓർഗനൈസേഷൻ ഇൻറ്റേർണൽ സപ്ലയേഴ്സ്, അവർ കൃത്യമായ സപ്ലയേഴ്സിനെ കണ്ടെത്തുക. ഡിസ്കവർ ഓർഗനൈസേഷൻ ട്രൂ നീഡ്സ് ആൻഡ് എക്സ്പെക്റ്റേഷൻ. അതായത് നല്ല കസ്റ്റമേഴ്സിന് കയ്യിൽ നിന്നുള്ള മെറ്റീരിയൽസ് കിട്ടിയാൽ നമുക്ക് നല്ല പ്രൊഡക്റ്റ്
പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് അനുസരിച്ചുള്ള കറക്റ്റായിട്ടുള്ള സപ്ലയേഴ്സ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. ഓർഗനൈസേഷൻ ഷുഡ് കമ്മ്യൂണിക്കേറ്റ് നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് സപ്ലയേഴ്സ്. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്ടേഷൻ കൃത്യമായിട്ട് സപ്ലയേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഓർഗനൈസേഷൻ നീഡ് ടു മെഷർ അവർ സപ്ലയേഴ്സ് ഹാവ് മീറ്റ് ദീസ് കേപ്പബിലിറ്റി ആൻഡ് എക്സ്പെക്ടേഷൻ. ഓർഗനൈസേഷൻ എപ്പോഴും മീറ്റ് ചെയ്തിരുന്ന ഈ കേപ്പബിലിറ്റി എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തിരിക്കണം. ടു ഇൻഫോം ദം ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ നീഡ്സ് ആൻഡ് എക്സ്പെക്ടേഷൻ. അതിൽ ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അവരെ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ.